നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ഡിഫൈൻഡ് ഫ്രം എൻ ടു എൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ആയാലും റിലേഷൻ ആയാലും എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തേക്കണമെന്ന് കൃത്യമായിട്ട് നോക്കണം. ഇവിടെ എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനും നാച്ചുറൽ നമ്പർ, അതുപോലെ കോ ഡൊമെയിനും നാച്ചുറൽ നമ്പർ, എന്നിന്ന് എന്നിലേക്ക്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. അതായത് ഡൊമെയിനിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് 2x ആയിരിക്കും. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 തൊട്ടുള്ള നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1ൻ്റെ ഇമേജ് 2 ആയിരിക്കും, 2ൻ്റെ ഇമേജ് 4 ആയിരിക്കും, 3യുടെ ഇമേജ് 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനൊരു ആരോ ഡയഗ്രാം വരച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്നു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ആരോ ഡയഗ്രാം വരയ്ക്കാൻ ഉള്ള സെറ്റപ്പ് ഇല്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം 1 2 3 4 എക്സിട്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഇവിടെയും നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 എക്സിട്ര. അപ്പോൾ ഇതിൽ നമ്മൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മാപ്സ് ടു 2, 1ൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 4 ആണ്, 3യുടെ ഇമേജ് 6 ആണ്. ഇങ്ങനെയാണത് മാപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു മാപ്പിംഗ് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ 1 1 ആണോ 1 2 ആണോ എന്ന് പറയാൻ പറ്റും. അതായത് 1ൻ്റെ ഇമേജ് 2 മാത്രം, 2ൻ്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 6, 4ൻ്റെ ഇമേജ് 8. ഇതിൽ ഇപ്പോൾ 1ൻ്റെ ഇമേജ് ആയിട്ട് വന്ന 2 വേറെ ആരുടെയും ഇമേജ് ആയിട്ട് വരില്ല. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. നമുക്കിത് 1 1 ആണെന്ന് മനസ്സിലായി. ഇതുപോലെ ഇത് ഓൺ ടു ആണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആരോ ഡയഗ്രാം മാത്രം ആലോചിച്ചാൽ മതി. ഇതിൽ നോക്കിയേ 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. ഈ 1ന് പ്രീ ഇമേജ് ഇല്ല, 1ൻ്റെ പ്രീ ഇമേജ് ആയിട്ട് ഇവിടെ ആരും ഇല്ല. സോ ഇത് ഓൺ ടു അല്ല. ഇനി നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ 1 1 ആണെന്ന് തെളിയിക്കാനുള്ള ഐഡിയ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ 1 1 ആണെന്ന് തെളിയിക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് മനസ്സിൽ ആലോചിക്കണം, ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിക്കണം. 1 1 ആണ് എങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. എപ്പോഴും ഒരു ഫംഗ്ഷൻ 1 1 ആണെന്ന് തെളിയിക്കാൻ ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2ഉം സെയിം ആണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ചെയ്ത് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ ഇറ്റ് ഈസ് 1 1. നമ്മൾ ആദ്യം എഴുതിയപ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ എഴുതി കഴിഞ്ഞതിൻ്റെ അർത്ഥം x1നും x2നും സെയിം ഇമേജ് ആണ്. അങ്ങനെ x1നും x2നും സെയിം ഇമേജ് ആണെങ്കിൽ x1ഉം x2 സെയിം ആവണം. അങ്ങനെ എത്തിക്കാൻ പറ്റിയാൽ ഇത് 1 1 ആണ്. ഇനി ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് 2x. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ 2x1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ 2x2. ഇതിൽ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് ഈ 2 ഇവിടേക്ക് വരുമ്പോൾ ബൈ 2 എന്നാവും. സോ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അതായത് എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2 ഈക്വൽ ആണെങ്കിൽ x1ഉം x2 ഈക്വൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം therefore എഫ് ഈസ് 1 1. അങ്ങനെ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എഫ് 1 1 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് കിട്ടി. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. നേരത്തെ നമ്മൾ ആരോ ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് കിട്ടി 1 എന്ന് പറയുന്ന കോഡൊമെയിനിലുള്ള എലമെൻ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇമേജ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓൺ ടു അല്ല, ഇപ്പോൾ 1 1 ആയാലും അല്ല എന്ന് തെളിയിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ മതി. അതായത് ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹിയർ 1 ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് അഥവാ നമ്മുടെ കോഡൊമെയിൻ, ബട്ട് എഫ് ഓഫ് എക്സ്, ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഒരിക്കലും 1 ആവില്ല. ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1. therefore എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് ഈസ് നോട്ട് ഓൺ ടു. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം. അതല്ല എങ്കിൽ വേറെ ഐഡിയ കൂടിയുണ്ട്. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആരാന്ന് ആലോചിക്കുക. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇമേജ് 2, 2ൻ്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 6. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിട്ട് വരിക ആരാ? ഇതിൻ്റെ റേഞ്ച് ആയിട്ട് വരിക സെറ്റ് 2 4 6 8 ഈവൺ നമ്പേഴ്സാണ് ഇതിൻ്റെ റേഞ്ച് ആയിട്ട് വരിക. പക്ഷേ ഇതിൻ്റെ കോഡൊമെയിൻ ആരാ? ഇതിൻ്റെ കോഡൊമെയിൻ
നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം, റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല, അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ച് ഓൺ ടു അല്ല എന്ന് തെളിയിച്ചേക്ക്. രണ്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഇവിടെ എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തേക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം നൈസായിട്ട്. നല്ലൊരു ഐഡിയ ആണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത്. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. ഈ തന്നിരിക്കുന്നത് ഒരു ലീനിയർ പോളിനോമിയലുമാണ്. അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എക്സിന് ഏത് വില കൊടുത്താലും അതിന് കൃത്യം അതായത് ഇപ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് 2, എക്സിന് 0.5 കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് 2 × 0.5 1. അങ്ങനെ ഡൊമൈനിലുള്ള ഈ റിയൽ നമ്പറിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകളായിരിക്കും ഉണ്ടാവുക. സോ ഈ ഫംഗ്ഷൻ 1 1 ആണ്. ഇനി ഇതുപോലെ ഓൺ ടുവിൻ്റെ കാര്യം നോക്കുമ്പോഴേ ഇപ്പോൾ കോഡൊമൈനിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ ഇത് ഓൺ ടും ആണ്. ഇനി നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. നേരത്തെ പോലെ തന്നെ തുടങ്ങാം. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ 2x1 ഈക്വൽ ടു 2x2. 2 × 2 രണ്ട് സൈഡിലും. അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം therefore f ഈസ് 1 1. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എഫ് 1 1 ആണ്. ഇനി ഓൺ ടു നോക്കാനായിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ടുവിൻ്റെ ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലംസിൽ ഓൺ ടു ചെക്ക് ചെയ്യാനുള്ള ഐഡിയ നമ്മളിങ്ങനെ തുടങ്ങുക. കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ് y. കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ് y. കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ്. ആർബിട്രറി എലമെൻറ്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആർബിട്രറി ആയിട്ട് ഒരെലമെൻറ്റ് എടുക്കുക. അതായത് ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റാൻഡം ആയിട്ടൊരു എലമെൻ്റ് എടുക്കുക, y എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുക. ഈ yക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കോഡൊമൈനിൽ നിന്ന് ഒരു y എടുത്തു കഴിഞ്ഞാൽ ആ y മസ്റ്റ് ബി ഈസ് ഓഫ് ദ ഫോം y ഈക്വൽ ടു 2x എന്ന ഫോമിലാണെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ആ y എടുത്തു കഴിഞ്ഞാൽ y 2x എന്നുള്ള ഫോമിലായിരിക്കും ഇരിക്കുക. നമ്മൾ കോഡൊമൈനിൽ നിന്ന് എടുത്തപ്പോൾ y ഈക്വൽ ടു 2x എന്നുള്ള ഫോമിലാണെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ x ഈക്വൽ ടു y/2 എന്ന് കിട്ടി. നമ്മൾ ഈ എഫ് ഓഫ് y/2 എടുത്താൽ എഫ് ഓഫ് y/2 എടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ എഫ് ഓഫ് y/2 എന്ന് പറഞ്ഞാൽ 2 × y/2. 2 × 2 വെട്ടിപ്പോയി. അപ്പോൾ എഫ് ഓഫ് y/2 ഈക്വൽ ടു y എന്ന് കിട്ടി. അതായത് നമ്മുടെ കോഡൊമൈനിലുള്ളൊരു y എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് y/2 ആയിരിക്കും. ഇവിടെ ഇതാണ് നമ്മുടെ കോഡൊമൈൻ. അപ്പോൾ ഇതിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, അതിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ പ്രീ ഇമേജ്. ആ ഏത് റിയൽ നമ്പറിൻ്റെയും പകുതി ഇവിടെയുണ്ട്. വിച്ച് മീൻസ് ഏത് y എടുത്താലും നമുക്കൊരു y/2 കിട്ടും. ആ y/2 നമ്മുടെ ഡൊമൈനിലുണ്ട്. സോ കോഡൊമൈനിലുള്ള ഏത് എലമെൻ്റ് എടുത്തോ അതിനൊക്കെ ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ട്. Therefore this function is on to. Therefore f is on to എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ തന്ന ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് ഇതൊരു ബൈജക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിലും സെയിം ഫംഗ്ഷനാണ് തന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ സെറ്റ് മാറി. അപ്പോൾ ആദ്യത്തെ എന്നിന്ന് എന്നിക്ക് പറഞ്ഞപ്പോൾ അത് ഓൺ ടു അല്ലായിരുന്നു. പക്ഷെ ആറിൽ നിന്ന് ആറിലേക്ക് ആയപ്പോൾ അത് 1 1 ആയി, ഓൺ ടു ആയി. അതൊരു ബൈജക്ഷനും ആയി. അപ്പോൾ
അപ്പോൾ എവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്നതിന് നല്ല പ്രാധാന്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്കാന്ന് നോക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക്. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ നമ്മളതൊന്ന് എഴുതി വെച്ചു. നമ്മുടെ ഫംഗ്ഷൻ എഫിൽ നിന്ന് ആറിൽ നിന്ന് ആറിലേക്ക് തന്നെ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ. ഈ അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ഫംഗ്ഷൻ 1 അല്ല ഓൺ 2 അല്ല എന്ന് തെളിയിക്കണം. 1 അല്ല ഓൺ 2 അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ രണ്ടും അല്ല എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി ഓക്കെ. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ -1ൻ്റെ ഇമേജ് എത്രയാണെന്ന് നോക്കി. ജസ്റ്റ് എഫ് ഓഫ് -1 എത്രയാണെന്ന് നോക്കി. -1ൻ്റെ ഇമേജ് -1ൻ്റെ ഇമേജ് എത്രയാണെന്ന് നോക്കി. അതായത് എഫ് ഓഫ് -1 ഈക്വൽ ടു -1 സ്ക്വയർ. അതായത് -1ൻ്റെ ഇമേജ് 1 എന്ന് കിട്ടി. ഇതുപോലെ 1ൻ്റെ ഇമേജ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് വെച്ചാൽ 1 സ്ക്വയർ. അതും എത്ര തന്നെയാണ്? 1 തന്നെ. അതായത് -1ൻ്റെ ഇമേജും 1, 1ൻ്റെ ഇമേജും 1. അപ്പോൾ -1നും 1നും സെയിം ഇമേജ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1, 1. ഹിയർ -1, 1 have same image. -1നും 1നും ഒരേ ഇമേജ് ആണ്. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ therefore f is not 1, 1. എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ 1, 1 അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ 1, 1 അല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഇത് ഓൺ ടു ആണോ നോക്കുമ്പോഴേ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് നോക്കാം. റേഞ്ചും കോഡൊമൈനും സെയിം ആണെങ്കിലാണല്ലോ ഫംഗ്ഷൻ ഓൺ ടു ആവുക. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ റേഞ്ച് കാണാനായിട്ടുള്ള ഐഡിയ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പരാബോള. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ സൈഡിൽ ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇതിൻ്റെ റേഞ്ച് എഴുതാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എവിടുന്ന് എവിടേക്കാണ് പൊങ്ങണത്? 0 തൊട്ട്. റേഞ്ച് നോക്കണത് എപ്പോഴും y ആക്സിസിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രാഫ് y ആക്സിസിലെ 0 തൊട്ട് മുകളിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെ. 0യുടെ അവിടെ ക്ലോസ്ഡ്, ഇൻഫിനിറ്റി ഓപ്പൺ. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. ഇനി ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈനോ? കോഡൊമൈൻ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തേക്കണേന്ന് നോക്കുക. ആറിൽ നിന്ന് ആറിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡൊമൈൻ. അപ്പോൾ ഇവിടെ കോഡൊമൈൻ റിയൽ നമ്പറാണ്. അപ്പോൾ നോക്കിയേ, റേഞ്ചും കോഡൊമൈൻ സെയിം ആണോ? അപ്പോൾ ഇവിടെ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ഇവിടുത്തെ റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ദെയർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫ് വെച്ചിട്ട് 1, 1 ഓൺ ടു പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇതൊരു 1 ആണെന്ന് വെക്കും. ഇപ്പോൾ 1 നിന്ന് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ ഇവിടെയുള്ള ഈ എലമെൻറ്റിൻ്റെ ഇമേജ് 1 ആണ്, ഈ എലമെൻറ്റിൻ്റെ ഇമേജും 1 ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പോയിൻറ്റുമേന്ന് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അതിങ്ങനെ താഴേക്ക് ആക്കുമ്പോൾ ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എക്സ് ആക്സിലെ വാല്യൂസ് വന്നു എന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ 1, 1s പോകും. ഇനി ഇതുപോലെ ഓൺ ടു ആവണമെങ്കിൽ ഗ്രാഫ് ഇവിടെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കണം. y ആക്സിസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കണം. ഇവിടെ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയല്ലേ ഉള്ളൂ. സോ അപ്പോൾ ഇതിൻ്റെ ഓൺ ടു പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ 1, 1 അല്ല ഓൺ ടു അല്ല എന്ന് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം n to n. ഇവിടെ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. ഇപ്പോൾ എണ്ണൽ സംഖ്യകളിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
അതിൽ f(1) = f(2) = 1 എന്ന് തന്നേക്കണം. ഇപ്പോൾ ഈ എണ്ണൽ സംഖ്യകളാണ് ഡിഫൈൻ ചെയ്തേക്കെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനൊന്നും ആലോചിക്കേണ്ട കേട്ടോ. അതായത് ഡൊമെയിൻ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഒന്നും വരയ്ക്കാനായിട്ട് ആലോചിക്കേണ്ട. ഡൊമെയിൻ റിയൽ നമ്പർ ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഗ്രാഫിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ f(1) = f(2) = 1 എന്ന് തന്നേക്കണം. ഞാൻ ജസ്റ്റ് ഇതിനൊരു ആരോ ഡയഗ്രാം വരച്ച് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് തന്നെയാണ് ഈ ഫംഗ്ഷൻ. സോ ഇവിടെയും 1 2 3 4 5 6 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം കേട്ടോ. 5 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് f(x) = f(1)ഉം f(2)ഉം 1 ആണ്. അതായത് 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജും 1 ആണ്. ഇനി x 2-നേക്കാൾ വലുതാണെങ്കിൽ f(x) പറഞ്ഞേക്കണത് x-1 എന്നാണ്. x 2-നേക്കാൾ വലുതാണെങ്കിൽ f(x) x-1 ആണ്. എന്ന് വെച്ചാൽ x ഇപ്പോൾ 3 എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ f(x) 3-1. 3യുടെ ഇമേജ് 3-1 അഥവാ 2. 4ൻ്റെ ഇമേജ് 4-1 അഥവാ 3. 5ൻ്റെ ഇമേജ് 5-1 അഥവാ 4. അപ്പോൾ നോക്കിയേ, ഈ ഒരൊറ്റ റെപ്രസെൻറ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇത് 1 1 ആണോ അല്ലയോ എന്ന് പറയാം. 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജും 1 ആണ്. അപ്പോൾ ഡൊമൈനിലുള്ള 2 എലമെൻറ്റുകൾക്ക് സെയിം ഇമേജ്. സോ ഇത് 1 1 അല്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹിയർ 1, 2 ഹാവ് സെയിം ഇമേജ്. 1നും 2നും സെയിം ഇമേജ് ആണ്. Therefore f is not 1 1. f 1 1 അല്ല. ഇനി ഓൺ ടു ആണെന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിയപ്പോൾ 5ൻ്റെ ഇമേജ് 4. ഇവിടെ ഡൊമൈനിൽ ഇപ്പോൾ നോക്കിയാൽ 4 വരെയുള്ള ആൾക്കാർക്കൊക്കെ പ്രീ ഇമേജ് ഉണ്ടെന്ന് കിട്ടി. ഇതുപോലെ ഇപ്പോൾ ഇവിടെ 10 എടുത്തു, 10ൻ്റെ പ്രീ ഇമേജ് 11 ആയിരിക്കും. ഇതുപോലെ ഈ കോഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ഓരോ പ്രീ ഇമേജുകൾ ഉണ്ടായിരിക്കും. നമുക്ക് അത് സ്പെസിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ദേ f(x) = x-1 എന്നാണ് ഡിഫൈൻ ചെയ്തേക്കണേ, വേറെ x > 2. അപ്പോൾ നമ്മൾ കോഡൊമൈനിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്തു എന്ന് വയ്ക്കുക. ഇപ്പോൾ 2-നേക്കാൾ വലിയ റാൻഡം ആയിട്ടൊരു എലമെൻ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു y ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y+1 ആയിരിക്കും. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതേ +1 എന്ന് പറയുന്നതും നാച്ചുറൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അതും ഇവിടെ തന്നെ ഉണ്ടാവും. സോ 2-നേക്കാൾ വലിയ ഏതൊരു നമ്പർ എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഇപ്പുറത്തുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ക്ലിയർലി ഓൺ ടു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് f from n to n given by f(x) = x+1 if x is odd, x-1 if x is even. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് n-ൽ നിന്നും n-ലേക്ക്, അതായത് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. x ഓഡ് ആണെങ്കിൽ f(x)ൻ്റെ ഉത്തരം x+1. x ഈവൺ ആണെങ്കിൽ f(x)ൻ്റെ ഉത്തരം x-1. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ വഴി നമുക്കിത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് കണ്ടെത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ n-ൽ നിന്ന് n-ക്കാണ്. അപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ ഇമേജ് ആരാന്ന് നോക്കുക. 1 ഓഡാണ്. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 + 1 2. അപ്പോൾ 1ൻ്റെ ഇമേജ് 2. ഇനി അടുത്ത നാച്ചുറൽ നമ്പർ എടുക്കുമ്പോൾ 2 ആണ്. 2ൻ്റെ ഇമേജ് 2 ഈവൺ ആണ്. സോ ഇവിടെ ഇപ്പോൾ 2ൻ്റെ ഇമേജ് 2 - 1 1. അപ്പോൾ 1ൻ്റെ ഇമേജ് 2, 2ൻ്റെ ഇമേജ് 1. ഇതുപോലെ 3 എടുത്തു എന്ന് വയ്ക്കുക. 3 ഓഡാണ്. 3യുടെ ഇമേജ് 3 + 1 4. ഇതുപോലെ 4 എടുത്തു കഴിഞ്ഞാൽ 4ൻ്റെ ഇമേജ് 3. അതങ്ങനെ സൈക്കിളായിട്ട് പോവുകയാണ് ചെയ്യുക. 1ൻ്റെ ഇമേജ് 2, 2ൻ്റെ ഇമേജ് 1. 3യുടെ ഇമേജ് 4, 4ൻ്റെ ഇമേജ് 3. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണെന്ന് പറയാം. അതായത് 1-ന് 2 എന്ന് പറയുന്ന ഒറ്റ ഇമേജേ ഉള്ളൂ, വേറെ ഒരു എലമെൻറ്റിനും 2 എന്ന് പറയുന്ന ഇമേജ് ഇല്ല. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഇവിടെയുള്ള ഓരോ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകളാണ്. സോ ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഇതുപോലെ കോഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് വരുന്നുണ്ട്.
സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. അങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇച്ചിരി കൂടി സ്പെസിഫിക് ആയിട്ട് ഇത് എഴുതി ശരിയാക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്ഥിരം 1 1 ആണെന്ന് തെളിയിക്കാനുള്ള കലാപരിപാടിയിലേക്ക് നേരെ പോവുകയാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നേക്കണം. അപ്പോൾ 1 1 ആണെന്ന് തെളിയിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. നമ്മൾ എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2 സെയിം ആണെന്ന് സങ്കല്പിച്ചു. എന്നിട്ട് നമുക്ക് ചെയ്ത് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് എത്തിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ് ഓഡ് ഈവൺ ഒക്കെ ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡിയ ആയ കാരണം ഞാൻ ഈ എക്സ് 1 എക്സ് 2 എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ വിചാരിക്കുക. അതായത് എക്സ് 1 ഓടും ആൻഡ് എക്സ് 2 ഈവൺ എന്ന് സങ്കല്പിക്കുക. നമുക്കിത് കുറച്ച് ഇങ്ങനെ കുറച്ച് കേസുകളായിട്ട് ഇങ്ങനെ മുറിച്ച് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ആദ്യം ഒരു സാധ്യത ഇവിടെ എക്സ് 1 എന്ന് പറയുന്നത് ഓട്, എക്സ് 2 എന്ന് പറയുന്നത് ഈവൺ എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് 1ൻ്റെ ഉത്തരം എക്സ് 1 ഓടാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1ൻ്റെ എക്സ് പ്ലസ് 1, എക്സ് 2 ഈവൺ ആണ്. സോ ഇമേജ് എക്സ് മൈനസ് 1. അപ്പോൾ ഇങ്ങനെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് വരികയാണെങ്കിൽ നോക്കി ഇവിടെ നമ്മുടെ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ജസ്റ്റ് 2 എന്നൊക്കെയാണ് നമുക്ക് റിസൾട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇത് സാധ്യമല്ല. ഇതുപോലെ തന്നെ നേരെ തിരിച്ചെടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് എക്സ് 1 ഈവണും എക്സ് 2 ഓടുന്ന എടുത്താലും അതും പോസിബിൾ അല്ല. അപ്പോൾ എക്സ് 1 ഈവൺ ആൻഡ് എക്സ് 2 ഓടുന്ന എടുത്താലും അതും പോസിബിൾ അല്ല. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. അപ്പോൾ ഇനി ഈ എക്സ് 1ഉം എക്സ് 2 എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എക്സ് 1ഉം ഓട്, എക്സ് 2ഉം ഓട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. ഇവിടെ എഫ് ഫ്രം എൻ ടു എൻ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഓഡ് നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം എക്സ് പ്ലസ് 1, എക്സ് ഈവൺ നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം എക്സ് മൈനസ് 1. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ ഫംഗ്ഷൻ 1 1 ആണ്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആണ്, അതുപോലെ ഓൺ ടു ആണെന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണ്, അതുപോലെ ഓൺ ടൂം ആണ് എന്ന് തെളിയിക്കണം. ഷോ ദാറ്റ് എഫ് ഫ്രം എൻ ടു എൻ ഗിവൺ ബൈ ഇങ്ങനെ തന്നിരിക്കുന്നു ഈസ് 1 1 ആൻഡ് ഓൺ ടു. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മളൊന്ന് ഇൻസ്പെക്ഷൻ വഴി ഒന്ന് ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നമ്മൾ മനസ്സിലൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് എന്നിൽ നിന്ന് എന്നിലേക്കാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് മനസ്സിലൊരു ആരോ ഡയഗ്രം ഒക്കെ വരച്ച് ആലോചിക്കാം. നമ്മളിപ്പോൾ എന്നിൽ നിന്നും ആദ്യത്തെ എലമെൻറ്റ് എടുത്തു, ഡൊമൈനിൽ നിന്ന് ആദ്യത്തെ എലമെൻറ്റ് 1 എടുത്തു. 1ൻ്റെ ഇമേജ് ആരാന്ന് നോക്കി. അപ്പോൾ 1 ഓടാണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 + 1 2 ആണ്. അപ്പോൾ 1ൻ്റെ ഇമേജ് 2. ഇനി അടുത്ത 2 എടുത്തു. 2ൻ്റെ ഇമേജ് ആരാന്ന് നോക്കി. 2 ഈവൺ ആണ്. സോ അതിൻ്റെ ഇമേജ് 2 - 1 അഥവാ 1. അപ്പോൾ 1ൻ്റെ ഇമേജ് 2, 2ൻ്റെ ഇമേജ് 1. ഇനി അടുത്ത നമ്പർ എടുത്തു, 3 എടുത്തു. 3 എന്ന് പറഞ്ഞാൽ ഓടാണ്. സോ 3യുടെ ഇമേജ് 3 + 1 4. ഇതുപോലെ അടുത്ത് 4 എടുത്തു. 4ൻ്റെ ഇമേജ് 4 - 1 3. അപ്പോൾ 1ൻ്റെ ഇമേജ് 2, 2ൻ്റെ ഇമേജ് 1, 3യുടെ ഇമേജ് 4, 4ൻ്റെ ഇമേജ് 3. അതെങ്ങനെ ഇനിയിപ്പോൾ 5 6 വന്നാൽ 5ൻ്റെ ഇമേജ് 6, 6ൻ്റെ 5. അതങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സോ ആ ഒരു റെപ്രസെൻറ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് ക്ലിയർലി 1 1. കാരണം 1ൻ്റെ ഇമേജ് 2 ആണ്. ഇനി 2 ഇമേജ് വരുന്ന വേറൊരു നമ്പർ ഇല്ല. അതുപോലെ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. സോ ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് 1. ഇനി ഓൺ ടു ആണെന്ന് നോക്കാനായിട്ട് കോഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെ നേരെ വരെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കുക. എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ട്. നമ്മളിപ്പോൾ എഴുതിയ 1 2 3 4 5 6 ഇവർക്കൊക്കെ പ്രീ ഇമേജ് ഉണ്ട്. ഇതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോഴും എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ ടു. അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്പെക്ഷൻ വഴി കണ്ടെത്താം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നിൽ നിന്ന് എന്നിലേക്കാണ്. ഇങ്ങനെയാണ് ഡെഫിനിഷൻ. അപ്പോൾ ഞാൻ 1 1 ആണോ എന്ന് തെളിയിക്കാനായിട്ട്, 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥിരം ഐഡിയയിൽ കൂടി നടക്കുകയാണ്. അതായത്
നമ്മൾ ആദ്യം തന്നെ ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് സങ്കല്പിച്ചു. അപ്പോൾ എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവും സെയിം ആണെന്ന് സങ്കല്പിച്ചു. അപ്പോൾ നമ്മൾ എക്സ് വണ്ണും എക്സ് ടുവും നമ്മുടെ ഡൊമൈനിൽ നിന്ന് എടുത്തിരിക്കുന്നു. ആ രണ്ട് എലമെൻറ്റുകളുടെയും ഇമേജ് സെയിം ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഈ എക്സ് വണ്ണും എക്സ് ടുവും എങ്ങനെയൊക്കെ എടുക്കാം എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ നമുക്ക് ഈ ഓഡ് ഈവൺ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് മുറിച്ചേക്കണ കാരണം എക്സ് വണ്ണും എക്സ് ടു എങ്ങനെയൊക്കെ എടുക്കാം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, ജസ്റ്റ് എക്സ് വൺ ഓഡ് എന്ന് വിചാരിച്ചു, അതുപോലെ എക്സ് ടു ഈവൺ എന്ന് വിചാരിച്ചു, എക്സ് ടു ഓഡ് എക്സ് വൺ ഓഡ് എക്സ് ടു ഈവൺ എന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ് വൺ ഓടാണെങ്കിൽ എഫ് ഓഫ് എക്സ് വണ്ണിൻ്റെ ഉത്തരം എത്രയാണ്? ഇവിടെ എക്സ് ഓടാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം എക്സ് പ്ലസ് വണ്ണാണ്. അപ്പോൾ എക്സ് വൺ ഓടാണെങ്കിൽ എഫ് ഓഫ് എക്സ് വണ്ണിൻ്റെ ഉത്തരം എക്സ് വൺ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ടു ഈവൺ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ടുവിൻ്റെ ഉത്തരം എക്സ് ഈവൺ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ എക്സ് ടു ഈവൺ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ടു എക്സ് ടു മൈനസ് വൺ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എക്സ് വണ്ണിനെ ഇപ്പുറത്തേക്ക് എടുത്തു എന്ന് വെക്കുക. നോക്കി, ഇപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു ഈ വൺ ഇവിടെ കിടക്കണു, മൈനസ് വൺ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് വൺ ആയി, ഇത് 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു 2 എന്ന് കിട്ടണം. ഈ കിട്ടിയാൽ ഒരു പൊരുത്തക്കേട് എടുത്ത് നമ്മൾ എക്സ് വൺ ഓട് എക്സ് ടു ഈവൺ എന്നാണ് വിചാരിച്ച്. ഒരു ഓഡ് നമ്പറും ഒരു ഈവൺ നമ്പറും കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 2 കിട്ടില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരു ഓഡ് നമ്പറും ഒരു ഈവൺ നമ്പറും കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈവൺ നമ്പർ കിട്ടില്ല. അപ്പോൾ ഈ എഴുതിയേക്കണത് എന്തോ പൊരുത്തക്കേടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ എക്സ് വണ്ണും എക്സ് ടു ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവണുമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതുപോലെ തിരിച്ചിട്ടാൽ ഇതേ പ്രശ്നം വരും. അത് ഞാൻ ചെയ്യണില്ല. അതായത് ഇപ്പോൾ എക്സ് വൺ ഈവൺ എക്സ് ടു ഓടുന്ന് പറഞ്ഞാലും സെയിം പ്രോബ്ലം വരും. അവിടെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാനത് എഴുതണില്ല. വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് കാണിക്കാം. അതായത് എക്സ് വൺ ഈവൺ അതുപോലെ എക്സ് ടു ഓടുന്ന് വിചാരിച്ചു എന്ന് വെക്കി, അപ്പോഴും സെയിം പ്രോബ്ലം നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് വൺ ആയിട്ട് എക്സ് വൺ ഈവൺ ആണ്. സോ എക്സ് മൈനസ് വൺ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എന്ന്, എക്സ് വൺ മൈനസ് വൺ ഈക്വൽ ടു എക്സ് ടു പ്ലസ് വൺ എന്ന് വരും. അപ്പോൾ അതിൽ എക്സ് വൺ മൈനസ് എക്സ് ടു എടുത്തു എന്ന് വെക്കുക, അവിടെ നമുക്ക് 2 എന്ന് കിട്ടും. പക്ഷേ എക്സ് വൺ ഈവൺ എക്സ് ടു ഓടാണ്. ഒരു ഈവണിൽ നിന്ന് ഓട് കുറയ്ക്കുമ്പോൾ ഒരിക്കലും 2 കിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മളിങ്ങനെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ഒരിക്കലും എക്സ് വൺ ഓടും എക്സ് ടു ഈവൺ, അങ്ങനെ ഒരെണ്ണം ഓട് മറ്റേത് ഈവൺ എന്ന നിലയിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? അതായത് പിന്നെ പറ്റാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ ഓഡ്. ഒന്നെങ്കിൽ രണ്ടും ഓടാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ രണ്ടും ഈവൺ ആണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ രണ്ടും ഓടാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് തുടങ്ങി. രണ്ടും ഓടാണ് കേട്ടോ, എക്സ് വൺ ഓട് എക്സ് ടു ഓട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് തുടങ്ങി, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വണ്ണിൻ്റെ ഉത്തരം ഓടാണെങ്കിൽ എക്സ് വൺ പ്ലസ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിൻ്റെ ഉത്തരം ഓടാണെങ്കിൽ എക്സ് ടു പ്ലസ് വൺ. ഇപ്പോൾ നോക്കി, പ്ലസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോയി, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. നമുക്ക് പറയാം കണ്ടോ, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് തുടങ്ങി എക്സ് വൺ ഈക്വൽ ടു എക്സ് ടുവിൽ എത്തിച്ചു. അപ്പോൾ നമുക്ക് പറയാം ദെയർഫോർ എഫ് ഈസ് 1 1. അപ്പോൾ രണ്ടും എക്സ് വൺ എക്സ് ടു ഓടാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് കിട്ടി. ഇനി ഇതുപോലെ രണ്ടും ഈവൺ ആവണ കേസ് നമുക്കിതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത കേസായിട്ട് ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ഈവൺ എന്ന് കൊടുക്കുക, ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ഈവൺ എന്ന് കൊടുക്കുക. അടുത്ത കേസായിട്ട് ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ഈവൺ എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് വൺ ഈവൺ ആണ്, നമ്മളപ്പോൾ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടാം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് തുടങ്ങി, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വണ്ണിൻ്റെ ആൻസർ എക്സ് വൺ ഈവൺ ആണെങ്കിൽ എക്സ് വൺ മൈനസ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിൻ്റെ ആൻസർ എക്സ് ടു മൈനസ് വൺ. ഇവിടെ നോക്കിയേ, മൈനസ് വണ്ണും കട്ട് ചെയ്ത് പോയി. അപ്പോൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അതിൻ്റെ അർത്ഥം ദെയർഫോർ എഫ് ഈസ് 1 1. അപ്പോൾ രണ്ടും ഓടാണെങ്കിലും രണ്ടും ഈവൺ ആണെങ്കിലും ഈ രണ്ട് കേസിലും നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണ്. അതല്ലാത്ത കേസുകൾ എടുക്കാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാ കേസിലും 1 1 ആണെന്ന് കിട്ടി. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1, ഓൾവേസ് 1 1.
അപ്പോൾ നമുക്ക് എല്ലാ കേസും ശരിയായതുകൊണ്ട് therefore our function f is 1 1 always. എപ്പോഴും ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം. ഇനി ഓൺ ടു പരിശോധിക്കുമ്പോഴേ നമ്മൾ ജസ്റ്റ് ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഡൊമൈനിലുള്ളൊരു എലമെൻ്റ് എടുക്കണം, അതിനൊരു പ്രീ ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കോഡൊമൈനിൽ ഞാനൊരു എലമെൻ്റ് എടുത്തു എന്ന് വെക്കുക. ഇപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഞാനൊരു 2R എന്ന് പറഞ്ഞ മോഡലിൽ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വെക്കുക. ഒരു 2R എടുത്തു എന്ന് വെക്കുക. അതിൻ്റെ പ്രീ ഇമേജ് ആരാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോഡൊമൈനിൽ കിടക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. ഇപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓഡ് നമ്പേഴ്സും പെടും, ഈവൺ നമ്പേഴ്സും പെടും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ ഞാൻ എടുത്തു എന്ന് വെക്കുക. അതിന് ആദ്യം നമുക്ക് വല്ല പ്രീ ഇമേജ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓഡ് നമ്പർ എടുത്തു. അപ്പോൾ ലെറ്റ് നമ്മൾ y = 2R അല്ലെങ്കിൽ ലെറ്റ് 2R ഇങ്ങനെ ഒരു എലമെൻ്റ് എടുത്തു, ബിലോങ്സ് ടു കോഡൊമൈൻ. കോഡൊമൈനിൽ നിന്ന് 2R എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് ഉണ്ടാവും, സച്ച് ദാറ്റ് f of x = 2R. അപ്പോൾ നമ്മൾ f of x നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഫംഗ്ഷൻ ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഫംഗ്ഷനെ രണ്ടായിട്ട് മുറിച്ചേക്കണ കാരണം ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കോഡൊമൈനിൽ നിന്ന് നമുക്ക് സാധാരണ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യുക, കോഡൊമൈനിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കും, അതിന് പ്രീ ഇമേജ് ഇവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കും. അപ്പോൾ ഇവിടെ കോഡൊമൈനിൽ നിന്ന് എലമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് കേസായിട്ട് തിരിക്കുക. അതായത് ഇപ്പോൾ ഞാൻ കോഡൊമൈനിൽ നിന്ന് എടുക്കുന്ന എലമെൻ്റ് ഒരു ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഞാൻ 2R + 1 എന്ന ഫോമിലുള്ള ഒരു നമ്പർ എടുത്തു, അതായത് ഒരു ഓഡ് നമ്പർ എടുത്തു, അതിന് പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഐഡിയ എന്താ വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഓഡ് നമ്പറാണ് എക്സ് എങ്കിൽ അതിൻ്റെ ഇമേജ് ആയിട്ട് നമ്മൾ പഠിച്ചത് x+1 ആണ്. എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് നമ്മൾ കണ്ടത് x+1 എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2R + 1 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ എൻ്റെ കോഡൊമൈനിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് ആരാന്ന്, ഇപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഒരു ഓഡ് നമ്പർ ഞാൻ സെലക്ട് ചെയ്തു, അതിൻ്റെ പ്രീ ഇമേജ് ആരാന്ന് നോക്കണം. ആരുടെ ഇമേജ് ആയിട്ടാണ് ഈ ഓഡ് നമ്പർ വന്നേക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് x+1, അതായത് എക്സ് ഓടാണെങ്കിൽ x+1 എന്ന് പറഞ്ഞാൽ ഈവൺ ആണ്. അപ്പോൾ എക്സ് ഓടാണെങ്കിൽ അതിൻ്റെ ഇമേജ് ഈവൺ ആണ്. ഇതുപോലെ എക്സ് ഈവൺ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് നമ്മൾ x-1 ഒരു ഓഡ് നമ്പർ എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2R + 1 എന്ന് പറഞ്ഞ ഒരു ഓഡ് നമ്പർ കോഡൊമൈനിൽ നിന്ന് എടുത്തു എന്ന് വയ്ക്കുക. അതിൻ്റെ പ്രീ ഇമേജ് 2R + 2 ആയിരിക്കും. 2R + 1 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീ ഇമേജ് ഒരു ഈവൺ ആയിരിക്കും, ദാറ്റ് ഈസ് 2R + 2 ആയിരിക്കും. അപ്പോൾ 2R + 1 നമ്മുടെ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2R + 2 എന്ന് പറയുന്നത് എഗെയിൻ അതും നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഇത്തരത്തിലൊരു ഓഡ് നമ്പർ എടുത്താൽ, ഏത് ഓഡ് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് നമ്മുടെ ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. 2R + 2 എന്ന ഫോമിൽ നമ്മുടെ ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഓഡ് നമ്പർ എടുത്താലും അതിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് കിട്ടി. ഇനി ഇതുപോലെ നമ്മളൊരു ഈവൺ നമ്പർ എടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ കോഡൊമൈനിൽ നിന്ന് ഒരു ഈവൺ നമ്പർ എടുത്തു, 2R എന്ന് പറയുന്ന ഒരു ഈവൺ നമ്പർ എടുത്തു എന്ന് വയ്ക്കുക. അതിൻ്റെ പ്രീ ഇമേജ് ആരാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫംഗ്ഷൻ എഴുതിയപ്പോൾ ആരുടെ ഇമേജ് ആയിട്ടാണ് ഈവൺ നമ്പർ വരുന്നത്. 1ൻ്റെ ഇമേജ് 2 ആണ്, 3യുടെ ഇമേജ് 4 ആണ്. സോ ഓഡ് നമ്പേഴ്സിൻ്റെ ഇമേജ് ആയിട്ടാണ് ഈവൺ നമ്പർ വരുന്നത്. അപ്പോൾ ഞാൻ കോഡൊമൈനിൽ നിന്ന് ഒരു ഈവൺ നമ്പർ എടുത്തു 2R എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്രീ ഇമേജ് ആരാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 2ൻ്റെ പ്രീ ഇമേജ് 1 ആണ്, 4ൻ്റെ പ്രീ ഇമേജ് 3 ആണ്, 6ൻ്റെ പ്രീ ഇമേജ് 5 ആണ്. അപ്പോൾ 2Rൻ്റെ പ്രീ ഇമേജ് 2R - 1 ആണ്. അപ്പോൾ ഞാൻ കോഡൊമൈനിൽ നിന്ന് ഏത് ഈവൺ നമ്പർ എടുത്താലും അതിൻ്റെ പ്രീ ഇമേജ് ആ നമ്പർ -1. അപ്പോൾ ഏത് ഈവൺ നമ്പർ -1 എന്ന് പറഞ്ഞാലും അത് എഗെയിൻ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിലുണ്ട്, അതായത് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുണ്ട്. സോ ഇത്തരത്തിലെ ഏത് ഈവൺ നമ്പർ കോഡൊമൈനിൽ നിന്ന് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് നമുക്കുണ്ട്. അപ്പോൾ ഓഡ് നമ്പർ എടുത്താൽ അതിന് പ്രീ ഇമേജും ഉണ്ട്, ഏത് ഈവൺ നമ്പർ എടുത്താലും അതിനും പ്രീ ഇമേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സിനും പ്രീ ഇമേജ് ഉണ്ട്, ഈവൺ നമ്പേഴ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. അതായത് ഇതിൻ്റെ കോഡൊമൈനിലുള്ള എല്ലാ നമ്പറുകൾക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ക്ലിയർലി ഇറ്റ് ഈസ് ഓൺ ടു. അപ്പോൾ നമുക്ക് തന്ന ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്നും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമല്ല. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ റെയറാണ്. അത് നമ്മൾ ഇച്ചിരി ആലോചിക്കണം. ഇങ്ങനെ കേസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആലോചിക്കണം. അപ്പോൾ ആ ചോദ്യം ശ്രദ്ധിച്ച് നോക്കി വെക്കുക കേട്ടോ. ഇനി ഒരു സിമ്പിളായിട്ടുള്ള ചിന്തിക്കാനുണ്ട്, എന്നാലും ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് അടുത്തത് പോവാം. ഒരു ഓൺ ടു ഫംഗ്ഷൻ തന്നേക്കണം. ശ്രദ്ധിക്കുക, ഒരു ഓൺ ടു ഫംഗ്ഷൻ തന്നേക്കണം. അത് 1 2 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 1 2 3 എന്ന് പറയുന്ന സെറ്റിലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അത് എപ്പോഴും 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി, നമ്മൾ ആദ്യം നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിക്കുക. ഇത് നമ്മുടെ ഡൊമെയിൻ 1 2 3, ഇത് നമ്മുടെ കോഡൊമെയിൻ, അവിടെയും 1 2 3. ഈ തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് വേണം. പിന്നെ ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമെയിനിലുള്ള എല്ലാ ആൾക്കാർക്കും യുണീക്ക് ഇമേജ് വേണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ഒരു പ്രീ ഇമേജ് വേണം, 2 വേണം, 3 വേണം. പക്ഷേ ഇപ്പോൾ 1 ഇങ്ങനെ വരച്ചു എന്ന് വെക്കി, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ അല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഇവിടെയുള്ള 2 പേര് ഇവിടെ ഒറ്റ പ്രീ ഇമേജ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫംഗ്ഷൻ അല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഇവിടെ ഈ സെറ്റ് 1 2 3 സെറ്റ് 1 2 3ലേക്ക് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും യുണീക്കായിട്ടുള്ള പ്രീ ഇമേജ് തന്നെ വേണം, എന്നാൽ മാത്രമേ ഇത് ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കോഡൊമെയിനിലുള്ള എല്ലാവർക്കും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രീ ഇമേജുകൾ ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് വ്യത്യസ്തങ്ങളായ പ്രീ ഇമേജ് ഉണ്ട്. ഇവിടെയും 3 എലമെൻറ്റ്, ഇവിടെയും 3 എലമെൻറ്റ്. എന്നിട്ട് ഇവർക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രീ ഇമേജ് ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും ഇയാൾ ഇവിടെ ഒരാളുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടാവണം, 2 വേറൊരാളുമായിട്ട്, 3 വേറൊരാളുമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായാലും 1 1 ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ആൻസർ ഇത്തരത്തിൽ പറയാം. ഇനി ഇത് സ്പെസിഫിക് ആയിട്ട് ഇതിനെ എഴുതണമെങ്കിൽ അപ്പോൾ നോക്കിക്കോ, ഇവിടെ സെറ്റ് 1 2 3യിൽ നിന്നും സെറ്റ് 1 2 3ലേക്ക് ഒരു 1 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അത് എല്ലായ്പ്പോഴും ഓൺ ടു ആണെന്നാണ് തെളിയിക്കേണ്ടത്. സെറ്റ് 1 2 3ന്ന് സെറ്റ് 1 2 3ലേക്ക് ഒരു 1 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു 1 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതെല്ലായ്പ്പോഴും ഓൺ ടു ആയിരിക്കും എന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് 1 2 3ന്ന് സെറ്റ് 1 2 3ലേക്ക് ഒരു 1 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എന്ന് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമെയിനിലുള്ള എല്ലാ 3 പേർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ 3 ആൾക്കാർക്കും കറക്റ്റ് ഒരു ഇമേജ് ഉണ്ട്, അത് വ്യത്യസ്തങ്ങളായ ഇമേജുകളാണ്. സോ നിർബന്ധമായിട്ടും നമ്മുടെ കോഡൊമെയിനിൽ 3 എലമെൻറ്റുകൾ വേണം. അതായത് 1ൻ്റെ ഇമേജ് ആയിട്ടൊരു എലമെൻറ്റ് വേണം, 2ൻ്റെ ഇമേജ് ആയിട്ടൊരു എലമെൻറ്റ് വേണം, 3യുടെ ഇമേജ് ആയിട്ടും ഒരു എലമെൻറ്റ് വേണം. അപ്പോൾ കോഡൊമെയിനിൽ നിർബന്ധമായിട്ടും 3 എലമെൻറ്റുകൾ ഉണ്ടാവണം. അതുപോലെ അപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ ഇവിടെ കറക്റ്റ് 3 എലമെൻറ്റ്സാണ്. അപ്പം മിനിമം ഈ 3 എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ എന്താവുള്ളൂ, ഇത് 1 1 ആവുള്ളൂ. സോ ഇത്തരത്തിൽ സെറ്റ് 1 2 3ന്ന് സെറ്റ് 1 2 3ലേക്ക് ഒരു 1 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അത് നിർബന്ധമായിട്ടും ഓൺ ടു ആയേ പറ്റൂ.